ഓക്കെ. ഇനി അടുത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻഡെക്സ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്കറിയില്ല, അതായത് ടൈപ്പ് പ്രോപ്പർട്ടീസിന്റെ പേര് ഹെഡായിട്ട് നമുക്കറിയില്ല. പക്ഷേ ബട്ട് നമുക്കറിയാം എന്തായിരിക്കും അതിന്റെ ഷേപ്പ് ഓഫ് വാല്യൂ, എങ്ങനെ ഇരിക്കും അതിന്റെ വാല്യൂ എന്നുള്ള കാര്യം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻഡെക്സ് സിഗ്നേച്ചർ എന്ന രീതിയിൽ എഴുതും. അതായത് ഇപ്പം ഇന്റർഫേസ് string array index colon number colon string. Constant array colon string array equal to I comma 2 എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഹലോ ഇട്ട്, എന്നിട്ട് ഞാൻ മൂന്നാമത് കോളൻ തേർഡ് ഹലോ ഇട്ടു. ആ തേർഡ് ഹലോയ്ക്കകത്ത് ജിയുടെ അവിടെ ഒരു എറർ വരുന്നതുണ്ടോ? നമുക്ക് അറിയാം. The object literal only specified may only specify non-property. G does not exist in the type string array. കാരണം അവിടെ നമ്മൾ കൊടുത്തിരുന്നത് എന്താ, നമ്പർ ആണ്. അപ്പോൾ നമ്മളവിടെ 3 കൊടുത്തു കഴിയുമ്പോൾ ആ എറർ അങ്ങ് മാറിക്കിട്ടും. മൈ അറേ എന്ന് പറയുന്നത് സ്ട്രിങ് അറേ ആണ്. സ്ട്രിങ് അറേയിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്പർ ആണ്. ആ നമ്പർ എന്ന് പറയുന്നത് ഈ ടൈപ്പ് സ്ട്രിങ്. നമുക്ക് ഒന്നുകൂടെ ഇൻഡെക്സ് സിഗ്നേച്ചറിനകത്ത് വേറെ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്നത് നോക്കാം. You have two objects and describe the salary of two software developers. On the basic salary, on the yearly salary, on the contract authority. You want to implement a function with a total remuneration based on the salary object. Salary object ne base ചെയ്തിട്ട് നമുക്ക് അതിന്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമ്മൾ സാലറി ഒബ്ജക്റ്റ് എടുത്തു, സാലറി ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നു, ടോട്ടൽ ഈക്വൽ ടു 0, സാലറി ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് നെയിം ആൻഡ് സാലറി ഒബ്ജക്റ്റ്, total salary is equal to salary object of name total, salary 1, salary 2, salary 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. How do you annotate salary object parameter of total salary? Total സാലറിക്കകത്ത് ഈ സാലറി ഒബ്ജക്റ്റ് എന്ന് പറയുന്ന പാരാമീറ്ററെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കാരണം ടോട്ടൽ സാലറി എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് സാലറിയിൽ ബേസ് സാലറി, ഇയർലി ബോണസ് ഉണ്ട്. തേർഡ് സാലറി എന്ന് പറയുന്നത് കോൺട്രാക്ട് സാലറിയാണ്. ഒന്നെങ്കിൽ സാലറി 1 പാസ്സാവും, അല്ലെങ്കിൽ സാലറി 2 പാസ്സാവും. അതിനുള്ള ഉത്തരമാണ് ബൈ ഇൻഡെക്സ് സിഗ്നേച്ചർ. ഇൻഡെക്സ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ കീ എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരിക്കും, വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും. സാലറി ഒബ്ജക്റ്റ് ഓഫ് ദ ടൈപ്പ് കീ സ്ട്രിങ് വാല്യൂ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പാസ്സാകുന്നത് ഇവിടെ. വേണമെങ്കിൽ ഇവിടെ സാലറി 1 ഓർ സാലറി 2 നമുക്ക് എഴുതാം. പക്ഷെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റാത്തത്ര രീതിയിൽ സാലറി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാലറീസ് ഉണ്ടെങ്കിലത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കോൺസ്റ്റന്റ് നെയിമിന്റെ, പിന്നെ ഇത് ബാക്കിയൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് നെയിം ആൻഡ് സാലറി നമുക്കിത് ചെയ്ത് നോക്കാം അല്ലേ. വെറുതെ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കോഡൊന്ന് കോപ്പി ചെയ്യാണ്. കോഡ് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു സാലറി എഴുതാം. സാലറി 1 എന്ന് പറയുന്നത് ക്ലാസ് സാലറി 1 എന്ന് പറയുന്നത്, ബേസ് സാലറി എന്ന് പറയുന്നത് 10,000, ബി പി എന്ന് പറയുന്നത് 2,000.
സാലറി 2 എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റിന്റെ സാലറി എന്ന് പറയുന്നത് 10,000 അല്ലെങ്കിൽ 10,000 തന്നെയാണ്. നമുക്കിവിടെ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ ടോട്ടൽ സാലറി കീ എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്, വാല്യൂ എന്ന് പറയുന്നത് നമ്പറാണ്. വാല്യൂ ആണ്. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. ഓക്കെ, പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഇൻ ആ സാലറി ഒബ്ജക്റ്റിനകത്ത് കീ എന്തൊക്കെയാണോ അതാണ് നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കുന്നത്. കീ ഇൻ ദ കോൺസ്റ്റന്റ് നെയിം ആൻഡ് സാലറി ഒബ്ജക്റ്റ്, കീ ഇൻ സാലറി ഒബ്ജക്റ്റ് ടോട്ടൽ ഈക്വൽ ടു 0. നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കാൻ പോകണം. ടോട്ടൽ സാലറി salary 1, total pay of salary 2.
ക്ലാസ് ആയിരുന്നു വിളിച്ചിട്ടായിരുന്നു പിന്നെ വിളിച്ചത് ക്ലാസ് ആയിട്ടായിരുന്നു. ആദ്യത്തിനകത്ത് 12,000, രണ്ടാമത്തേനകത്ത് 10,000. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇൻ്റെ സിഗ്നേച്ചർ ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ്.